വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ഇൻ സ്കോട്ട്ലൻഡ്. നമ്മൾ എഡിൻബറയിലാണുള്ളത്. ഇന്നലെ വന്നിട്ട് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് മാത്രമേ കവർ ചെയ്തുള്ളൂ. ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ബാക്കി കാണാം. ഇതൊക്കെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ. ഇരുട്ടാവുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എണീറ്റപ്പോൾ തന്നെ വിശന്നിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ആദ്യത്തെ സ്ഥലം എന്തായാലും ഫുഡ് അടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാൾട്ടൺ വ്യൂ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് എ കഫേ, റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ സിറ്റിയിൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടിയത് സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് മാറിയിട്ടാണ്. അങ്ങനെ നടന്ന് നമ്മൾ കാൾട്ടൺ വ്യൂ കഫേ എത്തി. ഒരു കുട്ടി സ്പേസ് ആയിരുന്നു, പക്ഷെ അവർ ഭയങ്കര ക്യൂട്ടായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായി. ക്രിസ്മസ് തീമിൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഫുഡ് ഞാനൊരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റും ബാക്കിയുള്ളവർ ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുമാണ് പറഞ്ഞത്. ഫുഡ് ആവറേജ് ആയിരുന്നു, എനിക്ക് ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയത്തൊക്കെയില്ല. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് ഫ്യൂലൊക്കെ കയറ്റി സന്തോഷമായിട്ട് ആദ്യമേ പോകുന്നത് റോയൽ മൈൽ. റോയൽ മൈൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ അല്ല, ഒരു സ്ട്രെച്ച് ഓഫ് റോഡാണ്. 2 റോയൽ റെസിഡൻസസിൻ്റെ ഇടയിലുള്ളത്. ഒന്ന് എഡിൻബറ കാസലും പിന്നെ ഒന്ന് ഹോളിവുഡ് പാലസും. ഈ റോയൽ മൈലിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. സെയിൻറ്റ് ജാൾസ് കത്തീഡ്രൽ കാണാൻ പറ്റും, കോർട്ടുണ്ട്, 2 പാർലമെൻറ്റ്, പഴയതും പുതിയതുമായിട്ടുള്ള പാർലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ബസ്ക് ചെയ്യുന്നുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റോട്ടിൽ. പിന്നെ നമ്മുടെ സ്കോട്ട്ലൻഡിൻ്റെ സ്വന്തം ബാക്ക് പൈപ്പസ്. എഡിൻബറയിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് മനുഷ്യന് വയ്യാണ്ടാവും. ഫുൾ കയറ്റം ഇറക്കാൻ തന്നെയാണ്. പിന്നെ ഇത് കൂടുതലും പെഡസ്ട്രിയൻ റൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാനൊന്നും പറ്റില്ല, എടുത്താൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. Ready? Here we go! Jesus Christ. A lot of white people today. Oh, they did better than the right-handed people. That's weird. Listen to that. All right! Oh, damn it, Germany. ഇതാണ് അഡ്വക്കേറ്റ്സ് ക്ലോസ്. ഇതങ്ങ് താഴെ വരെ ഫുൾ സ്റ്റെപ്സ് ആണ്. ഈ ഗ്യാപ്പിൽ കൂടെ കാണുന്നത് കണ്ടോ, അതാണ് സ്കോട്ട് മോണ്യുമെൻറ്റ്. അവിടെയായിരുന്നു ഇന്നലത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായത്. നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് സെയിൻറ്റ് ജാൾസ് കത്തീഡ്രലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. റോയൽ മൈലിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് ഹേസൽ ദി ഔൾ. ഇതിനെ കയ്യിൽ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും 10 കൊണ്ട് കൊടുത്താൽ. പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ ദൂരെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ആ വഴിക്ക് പോയി. അങ്ങനെ നമ്മൾ ഫൈനലി കാസലിൻ്റെ അവിടെ എത്തി. ഈ കാസലിന് സ്കോട്ട്ലൻഡിൻ്റെ ഹിസ്റ്ററിയിൽ ഭയങ്കര പ്രോമിനൻസ് ആണെന്ന് പറയുന്നത്. ഇതൊരു വോൾക്കാനിക് റോക്കിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ഏകദേശം 130 മീറ്റേഴ്സ് ഫ്രം സീ ലെവലും 80 മീറ്റേഴ്സ് ഫ്രം സറൗണ്ടിങ് ലാൻഡ്സ്കേപ്പാണ്. കാസലിൻ്റെ ഒരു സൈഡിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് മൊത്തം സിറ്റി കാണാൻ പറ്റും. ഈ കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട ഒരു സ്ഥലമാണ് മിൽക്ക് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാഫേ. അപ്പോൾ നമ്മൾ അവിടെ പോയി കാപ്പി കുടിക്കാൻ വേണ്ടി. പക്ഷേ ഇച്ചിരി ഓവർ ഹൈപ്ഡാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ പോയ ടൈമിൻ്റെ ആണോ അറിയില്ല, ഏകദേശം ഈവനിങ് ആവാറായി. അങ്ങനെ നമ്മൾ ദ ഫേമസ് വിക്ടോറിയ സ്ട്രീറ്റ് എത്തി. ഹാരി പോട്ടറിലെ ഡയഗണലിലേക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ സ്ഥലം എന്നാണ് പറയുന്നത്. എഡിൻബറയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണാണ്ടിരിക്കില്ല നിങ്ങൾ. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉള്ള സ്ഥലമാണ്. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ
നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ആവും അടുത്ത വീഡിയോ ഇറക്കാൻ. ഇവിടെ ഏകദേശം ഇരുട്ടാവാറായി. നമ്മുടെ ലിസ്റ്റിൽ ഇനി കാൾട്ടൺ ഹില്ലും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിനി അവിടെയും കൂടെ പോയിട്ട് ഇന്നത്തെ പരിപാടിക്ക് കേട്ടൺ ഇടുന്നതായിരിക്കും. അവിടെ കയറണമെങ്കിൽ വീണ്ടും ഒരു ലോഡ് സ്റ്റെപ്പ് കയറണം. നമ്മൾ പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് കാൾട്ടൺ ഹില്ലെത്തിയത്. സൺസെറ്റ് ടൈമാണ്, ഭയങ്കര ഭംഗിയുള്ള വ്യൂ. അപ്പോൾ ഇന്നത്തൊക്കെ ഉള്ളൂ. ഭയങ്കര സക്സസ്ഫുൾ ഡേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി. നല്ല വെതറായിരുന്നു. ഇത്ര നേരം കണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം, ബൈ.